എൻ്റെ 77 വയസ്സ് കഴിഞ്ഞ് 78ലേക്ക് കയറിയ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 66 വർഷം കൃപയാൽ ഒരു ആക്റ്റീവ് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ കർത്താവ് കൃപ തന്നു. അതിന് മുമ്പുള്ള 12 വർഷം ഒരു പാസീവ് ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷെങ്കിൽ 66 വർഷങ്ങൾ ആക്റ്റീവ് ക്രിസ്ത്യാനിയായി, അതുപോലെ തന്നെ ഒരു സുവിശേഷ വേലക്കാരനായി കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് എനിക്ക് 66 വർഷമായി കൃപ തന്നു. ഇവിടെയുള്ള ഒരുപാട് പേരുടെ സഹകരണങ്ങൾ ഏറ്റവും വലുതായിരുന്നു. താങ്ക് യു സോ മച്ച്. സഭ എന്നോട് അതുപോലെ സഹകരിച്ചില്ലെങ്കിൽ ഇതുപോലെ നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. എൻ്റെ മക്കൾ എന്നോട് സഹകരിച്ചു, എൻ്റെ ഭാര്യ എന്നോട് സഹകരിച്ചു. ആകയാൽ ഇന്നുവരെ നേരോടെ നിൽക്കുവാൻ കർത്താവ് കൃപ തന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വർഷം തോറും ഗ്രീറ്റിംഗ്സ് അയക്കാറുണ്ട്. ഈ വർഷവും നരേന്ദ്രമോദി സാറ് തൻ്റെ ഗ്രീറ്റിംഗ് അയച്ചു. എനിക്ക് തോന്നുന്ന രാത്രി വളരെ ലേറ്റായിട്ടാണ് ഞാനതിൻ്റെ മറുപടി കൊടുത്തത്. ഞാൻ ഐ ആം ഓണേഡ് അത് പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഗ്രീറ്റിംഗ്സ് അയച്ചവർക്ക് എല്ലാവർക്കും സാർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത റെസ്പോൺസ് ഇതാണ്, അല്ലെങ്കിൽ കൊടുത്ത റിപ്ലൈ ഇതാ. ഈ വർഷം ഏറ്റവും ചെറിയൊരു റിപ്ലൈയാണ് കൊടുത്തത്. കഴിഞ്ഞ വർഷങ്ങളിൽ വലിയവനായ ദൈവത്തിന് വേണ്ടി ഭരിക്കുവാൻ ദൈവമാക്കിയതാണെന്നും ആ സ്ഥാനം സൂക്ഷിക്കണമെന്നും ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ വർഷം അതിനുള്ള നേരം കിട്ടിയില്ല, അതുകൊണ്ട് ചുരുക്കുവാൻ ഇടയായി തീർന്നു. പാസ്റ്റർ ഡേവിഡിനെ നമ്മളെ യാത്ര അയച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ടൈം ടേബിളായ ദൈവസഭ എന്ന ആശയവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ട്രിഗറിങ് പീരീഡുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിവേഗത്തിൽ അതിലൂടെ പോകുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൈവിക ട്രിഗറിങ് നടന്നത് യേശുവിൻ്റെ കാൽവറിയിലാണ്. നിവൃത്തിയായി എന്ന ദൈവിക പ്രസ്താവനയോടെ ചരിത്രത്തെ രണ്ടായി പിളർന്ന് കീറിക്കൊണ്ട് ഇസ്രായേൽ സഭയ്ക്ക് താൽക്കാലികമായി ഒരന്തം കൽപ്പിച്ച് ദൈവസഭയെ ആ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്ത് യേശുക്രിസ്തു കാൽവറിയിൽ നടത്തുന്ന പ്രസ്താവനയും ദൈവം ഉയർത്തിയതായ ആ പ്രത്യേക ട്രിഗറിങ്ങുമാണ് കണ്ടത്. ദാനിയേൽ പ്രവചനം 26-ാമത്തെ അധ്യായത്തിൽ മശിഹ ഛേദിക്കപ്പെടുന്നതിനെക്കുറിച്ച് എഴുതിയ കണക്കുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഇന്ന് അത്രയും റിവിഷന് പോകാൻ നിവൃത്തിയില്ല. എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ അഥവാ റോക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റി മിസൈൽസ് എന്നിവയെ തീ കത്തിക്കുന്നതായ അവയുടെ ബോഡി ബാൽസ വുഡ് കൊണ്ട് ഉണ്ടാക്കുന്നതായ ഒരു പ്രവചനത്തെ നമ്മൾ കണ്ടിരുന്നു. 8000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരമുള്ള ടെക്നിക്കൽ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഇരുന്ന കാലത്ത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനങ്ങളുടെ ഗൗരവം കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇന്ന് ഉപയോഗിക്കുന്നതായ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് തുടങ്ങി കെമിക്കൽ വെപ്പൺസും ബയോളജിക്കൽ വെപ്പൺസും ഉപയോഗിക്കുന്ന പട്ടാളക്കാർ അവരുടെ വേഷവിധാനങ്ങൾ വരെ മാറ്റും, യൂണിഫോം വരെ മാറ്റും. ആ ദിവസങ്ങളെ കുറിക്കുന്ന പ്രവചനങ്ങളാണ് ഇന്നേക്ക് 8000 വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകന്മാരെ ദൈവം ഏൽപ്പിച്ചത്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. ഹമാസിൻ്റെ ഇന്നത്തെ പ്രോബ്ലം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇസ്രയേലിനെ കുറിച്ച് നാം പ്രസംഗിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടല്ല, അതൊരു ബൈബിൾ ഇഷ്യൂ ആയതുകൊണ്ടാണ്. ഹമാസ് ആരംഭിച്ചതായ ഫയറിങ് 3ാമത്തെ ലോകമഹായുദ്ധമായി മാറും എന്ന് ലോകം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭയത്തിലാണ് ലോകമിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നതും തുടർന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ റിവിഷൻ എടുത്ത ശേഷം മുന്നോട്ട് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അതതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയുമെന്ന് ആമോസ് പ്രവചിച്ചതും ഏതാണ്ട് 700-ഓളം വർഷങ്ങൾക്ക് പുറകിലാണ്. 7000-ഓളം വർഷങ്ങൾക്ക് പുറകിലാണ്. ബേണിംഗ് ഗാസയെക്കുറിച്ച് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബേണിംഗ് ഗാസയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമിലും തീയുണ്ട്, ഗാസയിൽ മാത്രമല്ല തീയ്. കാര്യം അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്തൊരു വലിയ ഭൂകമ്പമുണ്ടാകും. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ഈ കാലഘട്ടങ്ങളിലെക്കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടാകുമെന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും സത്യം ചെയ്തിരിക്കുന്നു. എസെക്കിയേൽ 38-20 ഇങ്ങനെ പറയുന്നു: അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും.
ദേശം വിറയ്ക്കുമാറ്, അതിലെ ജീവികൾ വിറയ്ക്കുമാറ് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. മറക്കരുത്, ആദമിനെ ദൈവം ഭരണമേൽപ്പിക്കുമ്പോൾ ഭൂമിയുടെ ഭരണം, മൃഗങ്ങളുടെ ഭരണം, പക്ഷികളുടെ ഭരണം, ഇവിടുത്തെ ഇഴജാതികളുടെ ഭരണം, മത്സ്യങ്ങളുടെ ഭരണം എന്നിവ ഏൽപ്പിച്ചെങ്കിൽ ആദമേ അങ്ങത് നോക്കാതെ വന്നതിനാൽ ഭാവി തലമുറയിൽ ഇസ്രയേലിൽ ഇതെല്ലാം നടുങ്ങുന്നത് പോലെ ചില സംഭവങ്ങൾ ഉണ്ടാകും എന്ന് കർത്താവ് എടുത്തു പറയുകയാണ്. ഇനിയും അവിടെ തന്നെയല്ല തീ ഉണ്ടാകുന്നത്. മലാഖിയുടെ പുസ്തകം 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോഴഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് ഇസ്രയേലിനോടുള്ള പ്രവചനം അല്ല, ഗാസയോടുള്ള പ്രവചനം അല്ല. ഇത് ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ ലോകത്തോടുമുള്ള പ്രവചനമാണ്. മറക്കരുത്, ഗാസയിൽ തീ വന്നെങ്കിൽ, യെരുശലേമിൽ തീ വന്നെങ്കിൽ യാതൊരു വ്യത്യാസവുമില്ല. മനുഷ്യരുടെ ഇടയിൽ മുഴുവനും എല്ലാ ഇടങ്ങളിലും ഈ തീ കത്തും എന്ന് മറക്കരുത്. ഇത് സകല പാപികൾക്കും വരും. അന്ന് ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ ദഹിക്കാതിരിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം ഗൗരവത്തോടെ ഏറ്റെടുക്കാം. ഇത് ഞാൻ ഓർപ്പിക്കുന്നു. 2 പത്രോസ് 3-ാം വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ വാക്യമാണ് ആദ്യം ഞാൻ ഉദ്ധരിച്ചത്. ഇത് പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ പുതിയ നിയമത്തിലും പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യത്തിനാൽ, അതിനാൽ അഥവാ ദൈവത്തിൻ്റെ വചനത്താൽ, അതിനാൽ എന്നിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. അതിനാൽ ദൈവത്തിൻ്റെ വചനത്താൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ഭക്തികെട്ടവരുടെ ന്യായം സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. പണ്ടൊരിക്കൽ നോഹയുടെ കാലത്ത് ഈ വചനത്താൽ ജലപ്രളയമുണ്ടായി എങ്കിൽ ഇനി ഒരിക്കൽ ഇതേ വചനത്താൽ തീക്കായി ഈ ഭൂമിയെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നും ആ തീയിൽ അകപ്പെടാതെ രക്ഷപ്പെടേണ്ടത് നമ്മുടെ കടമയാണ് എന്നും ഓർത്തിരിക്കുക. 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വേഗത്തിൽ തിരിയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 3-ാം ലോക മഹായുദ്ധത്തെ ഇന്നലെ അധികം വിശദീകരിക്കുകയില്ല. കാരണം ഇന്നലെ പകൽ മുതൽ പരിശുദ്ധാത്മാവ് അതിഗൗരവമായി വേറൊരു വിഷയം തൊടുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതുകൊണ്ട് 2 വിഷയങ്ങൾ ഞാൻ അവർ 2ഇടത്തും പോകും. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞാനത് പ്രിപ്പയർ ചെയ്തു, എടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിപ്പയർ ചെയ്തു, എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നലെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് വേറെ ഒന്നും എടുത്തില്ലെങ്കിലും നിശ്ചയമായി ഒരു കണ്ടിന്യൂറ്റിയിൽ അവിടം വരെ വന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തൊട്ടു പറഞ്ഞ ശേഷം എനിക്ക് ഇന്ന് പറയുവാനുള്ള ചില വിഷയങ്ങൾ വിശദീകരിക്കും. കർത്താവ് അനുവദിച്ച് മറ്റൊരവസരം ലഭിച്ചാൽ 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വലിയ വിശദീകരണങ്ങൾ പിന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു വന്നതിൻ്റെ ഒരു റിവിഷനായി മാത്രം എടുക്കട്ടെ. 1, ജെൻഡൈൽസ് വൈസ് എബ്രഹാമിൻ്റെ മക്കളും ജാതികളും തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും 3-ാം ലോക മഹായുദ്ധം. അതിൻ്റെ പർപ്പസ് ടു എലിമിനേറ്റ് ജെൻഡൈൽസ് ആഫ്റ്റർ ഗിവിങ് ദം ദ ഫുൾ ഓപ്പർച്യൂണിറ്റീസ്. ജാതികൾക്ക് യുദ്ധം ചെയ്യുവാനുള്ള 100% സാധ്യതകളും ദൈവമായി അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നീ യുദ്ധം ചെയ്ത് തോറ്റവനാണ് എന്നവരോട് പറയേണ്ടതിന് വേണ്ടി അവരെ തോൽപ്പിച്ച് അവരെ നീക്കിക്കളയുക എന്നതാണ് ദൈവിക ഉദ്ദേശം. തുടർന്ന് ദൈവത്തിൻ്റെ രാജ്യം ദൈവമായി തന്നെ ഭരിക്കുവാൻ പുസ്തകങ്ങളുടെ 7 മുദ്രകൾ പൊട്ടിച്ച് ഭൂമിയുടെ ഭരണം യേശു ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ഒരു ദിവസമായ മനുഷ്യൻ്റെ 1000 സംവത്സരം ഈ ഭൂമിയിൽ ഭരിക്കുവാൻ ദൈവം അവസരം ഒരുക്കുകയാ. ഇവയാണ് 3-ാം ലോക മഹായുദ്ധം കൊണ്ട് പ്രധാനമായും ദൈവം ആഗ്രഹിക്കുന്നത്. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും അതിനെ തുടർന്ന് 3-ാം ലോക മഹായുദ്ധവും നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധങ്ങൾ സകല മനുഷ്യർക്കും ദോഷമാണ്. യുദ്ധവും ഒരു ഗുണവും ആർക്കും ചെയ്തിട്ടില്ല. വൻ നാശനഷ്ടങ്ങളാണ് നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇതുപോലുള്ള വൻ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു? യുദ്ധങ്ങളെക്കുറിച്ച് തിരുവചനം പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി തമ്പുരാൻ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാ. കാര്യം പലർക്കും അതിൻ്റെ ശിക്ഷ. താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തുക എന്ന പദം ചിലർക്ക് രാഷ്ട്രീയമാകാം, ചിലർക്ക് സാമ്പത്തികമാകാം, ചിലർക്ക് അതുകൊണ്ട് പേരെടുക്കാനാകാം, ചിലർക്ക് അതുകൊണ്ട് അവരുടെ ഭരണം നിലനിർത്താനാകാം, ചിലർക്ക് സമ്പത്തുണ്ടാക്കാനാകാം. എന്നിങ്ങനെ പലവിധ വിഷയങ്ങളായിരിക്കാം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും നമുക്കിഷ്ടമുണ്ടായിട്ടില്ല യുദ്ധം നടക്കുന്നത്. പട്ടാളക്കാർക്ക് താല്പര്യമുണ്ടായിട്ടില്ല യുദ്ധം നടക്കുന്നത് എവിടെയോ വേറെ ആരോ ഇവൻ്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി ഇവനെ പിടിച്ച് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. ഇസ്രയേലിന് രാഷ്ട്രീയ ബോധമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ദൈവം ജാതികളുടെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തിയത്.
ഹിറ്റ്ലറുടെ കാലത്തെ കൂട്ടനാശം മുതൽ, ഹോളോകാസ്റ്റ് മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ച ഇസ്രയേലിന് ഇനിയൊരിക്കൽ രാഷ്ട്രീയ ബോധം ഉണ്ടാകുക എന്നത് അസാധ്യമായിരുന്ന ആ സാഹചര്യത്തിൽ അവർക്കൊരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി ഒന്നാമത്തെ ലോകമഹായുദ്ധം നടന്നു. രണ്ടാമത്തെ ലോകമഹായുദ്ധം രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക് അവരെ കടത്തേണ്ടതിനായിരുന്നു. അവരെ ഒരു സാമ്രാജ്യമാക്കി മാറ്റേണ്ടതിന് രണ്ടാമത്തെ ലോകമഹായുദ്ധം ദൈവം നടത്തി. മൂന്നാമത്തെ ലോകമഹായുദ്ധം ഇതര രാഷ്ട്രങ്ങളെ തുടച്ചു മാറ്റിയ ശേഷം ദൈവം തീരുമാനിച്ച ദൈവത്തിൻ്റെ സ്ഥാനത്ത്, ദൈവിക ഹെഡ്ക്വാർട്ടേഴ്സിൽ ദൈവമായി ഭരണാധികാരിയായിരുന്ന് ഇസ്രയേലിനെയും സഭയെയും ഉപയോഗിച്ച് ആ ഭരണം നടത്തുക. ഇതാണ് മൂന്നാമത്തെ ലോകമഹായുദ്ധം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ ഏറെക്കുറെ ചിന്തിച്ചതാണ്. ഇനി എസെക്കിയേൽ 38 നോക്കാം. എസെക്കിയേൽ 38 ഓടിച്ചു തൊട്ടതാണ്. ആരെങ്കിലും ഒരാൾ ഇവിടെ വന്ന് സ്റ്റേജിൽ നിന്നിത് മുഴുവൻ വായിക്കണമെന്ന് ഓർത്തു, ഒക്കത്തില്ല, ഇന്നതിനുള്ള സമയം കിട്ടത്തില്ല. അടുത്തൊരവസരം ദൈവം തന്നാൽ അന്ന്, ഇല്ലെങ്കിൽ അവരവരുടെ സമയത്ത് വായിക്കുക. 38 ഒന്നാമത്തെ വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് ദേശത്തിലുള്ള മാഗോഗ് ദേശത്തുള്ള ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ആരാണ് ഈ രോഷ്, ആരാണ് മേശക്ക്? ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നിന്നും നോഹയുടെ അനന്തര തലമുറകളാണ് ഇവരൊക്കെ എന്ന് നമ്മൾ ഒന്ന് കണ്ടു. അതിനകത്ത് രോഷ് എന്നത് റഷ്യയെ കുറിക്കുന്ന ശബ്ദമാണെന്നും മേശക് എന്നത് മോസ്കോയെ കുറിക്കുന്ന ശബ്ദമാണെന്നും തൂബൽ എന്നത് തുബൽസ്കോയെ കുറിക്കുന്ന ശബ്ദമാണെന്നും പ്രഭു എന്ന പദം തലവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും മാഗോഗ് എന്നത് മംഗോളിയൻ വംശത്തെ കുറിക്കുന്നതാണ് എന്നും ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സഹായത്തോടുകൂടെ ഏറെക്കുറെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. മംഗോളിയൻ വർഗമെന്ന് പറയുമ്പോൾ ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടും എന്ന് മറക്കരുത്. ഒരു സമ്മിശ്ര പുരുഷാരം ഭാരതീയർ അതിനകത്തുണ്ട്. ഒരു സമ്മിശ്ര പുരുഷാരം 39-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യപ്രകാരം എഴുന്നേറ്റ് വരും. ഗോമർ അഥവാ ജർമ്മനി ആ കൂട്ടത്തിലുണ്ടായിരിക്കും. ഇവരോടെല്ലാം ചേർത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. പ്രധാനമായും നേതാവായ റഷ്യയോട് പറഞ്ഞു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിൻ്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ 3-ാം ലോക മഹായുദ്ധത്തിനു വേണ്ടി എന്ന എൻ്റെ വാക്കിൽ ഞാൻ നിന്നെ ഈ മഹായുദ്ധത്തിനു വേണ്ടി കൊണ്ടുവരും എന്ന് തിരുവചനം എടുത്തു പറഞ്ഞു. പൊളിറ്റിക്കൽ, രാഷ്ട്രീയ ലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകം രണ്ടായി തരം തിരിയും. ഇച്ചിരി വേഗത്തിലാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്ന് തൊട്ടതാ, അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലും തൊട്ടതാ. ഇത് പല ആവർത്തിക്കുന്നതോടുകൂടെ ആളുകൾക്ക് മനസ്സിലാകും ലോകം രണ്ടായി തരം തിരിയും. 3-ാം വീഴ്ചയിൽ വീണുപോയ ജാതികൾ, മനുഷ്യന് 3 വീഴ്ചകൾ ഉണ്ടായി. ആദാമിൻ്റെ കാലത്തെ 1-ാം വീഴ്ച, നോഹയുടെ കാലത്തെ 2-ാം പരാജയം, നിമ്രോദിൻ്റെ കാലത്തെ 3-ാം പരാജയം, വീഴ്ച. ഇങ്ങനെ 3 വീഴ്ചകൾ ഉണ്ടായി. 3-ാമത്തെ വീഴ്ചയിൽ പിരിഞ്ഞുപോയ ജാതികളെ, പിരിച്ചുവിട്ട ജാതികളെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ആ ജാതികളെ ഒരുമിച്ച് നിർത്തി ഒരു വശത്ത് അവരെയും മറുവശത്ത് അബ്രഹാമിൻ്റെ സന്തതിയെയും നിർത്തി ഒരു യുദ്ധം നടത്തി ജയിക്കുക എന്നതായിരിക്കും ദൈവം ചിന്തിക്കുന്നത്. ഇതിനകത്ത് ഇനി മുതലുള്ളത് അല്പം കൂടെ ഗൗരവമാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇത്രയും ഗൗരവമായി ചിന്തിക്കാത്ത വിഷയങ്ങളാണ് ഇനി നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ 1-ാമത്തെ ഫേസിൽ ഇസ്രയേൽ സഖ്യകക്ഷികളും ഒരുമിച്ച് ചേരും. ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു. ഇസ്രയേലും സഖ്യകക്ഷികളും ഒരുമിച്ച് ചേർന്നു. അത് ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു. അവർ ചേർന്ന് ഗോഗും സഖ്യകക്ഷികളും ആയവരോട് യുദ്ധം ചെയ്യും. ഇന്ന് സഖ്യകക്ഷികൾ മാത്രമേ ആയുള്ളൂ. ഗോഗ് അതിനകത്ത് ആക്റ്റീവ് ആയില്ല. ഇന്നലത്തെ ന്യൂസും പ്രകാരം ഗോഗ് അല്ലെങ്കിൽ റഷ്യ പാർഷ്യലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങി. ഇന്നലത്തെ ന്യൂസും പ്രകാരം റഷ്യ പാർഷ്യലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങി. അവർ വന്നേ മതിയാകെയുള്ളൂ. അതിൻ്റെ രണ്ടാമത്തെ ഫേസിൽ അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. ഇസ്രയേൽ ഒറ്റയ്ക്ക് മശിഹയുടെ കൂടെ കീഴിലും ബാക്കി മുഴുവൻ ലോകരാജ്യങ്ങളും ചേർന്ന് അന്തിക്രിസ്തുവിൻ്റെ എതിർക്രിസ്തുവിൻ്റെ കൂടെ കീഴിലും ഒരുമിച്ച് നിരന്നുകൊണ്ട് തമ്മിൽ ഒരു യുദ്ധം നടക്കും. സീംസ് ദ വേൾഡ് മൈറ്റ് ചേഞ്ച് നൗ. ആ ചേഞ്ചിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയധികം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി നാം പോകണമെന്ന് ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകം ആ ചേഞ്ചിൻ്റെ നടുവിലാണ്. മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ബഥേലിൽ മനസ്സിലാക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ജൈൻ നിമ്രോദ് ആരംഭിച്ച തൻ്റെ പ്രസ്ഥാനം, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിന് മീതെ വെക്കുമെന്ന് സാത്താൻ പറഞ്ഞ ആശയത്തെ ചേർത്തുകൊണ്ട്
ചക്രവർത്തിയായി മാറിയതായ നിമ്രോദ് ആകാശത്തേക്കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് കീഴടക്കി ഈ ഭൂമിയുടെ ഭരണം സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് തീരുമാനിച്ച അവനെ ഒരു വശത്ത് നിർത്തി അവനാണ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ഒന്നാമത്തെ ചക്രവർത്തിയായി രംഗപ്രവേശനം ചെയ്തത്. അന്ന് ദൈവം ഭൂമിയെ ഏതാണ്ട് 25 ലക്ഷം കഷണങ്ങളായി തിരിച്ചു. ഞാൻ പദം പറയുന്നത് അക്ഷരാർത്ഥത്തിലല്ല. അപ്രോക്സിമേറ്റ്ലി ഏറെക്കുറെ 25 ലക്ഷം ഭാഗങ്ങളിൽ ഒന്ന് ദൈവം അബ്രഹാമിന് കൊടുക്കുകയും ബാക്കി മുഴുവനും ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തേച്ച് ജാതികളോട് പറഞ്ഞ് ഭരിക്കുക. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങളിപ്പോൾ ഒന്നിച്ച് ഭരിക്കണ്ട. ഇപ്പം നിങ്ങൾ ഒന്നിച്ച് ഭരിക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭരിക്കണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തൽക്കാലത്തേക്ക് 1000 ജാതികളായി നിന്ന് എല്ലാവരും അങ്ങോട്ട് ഭരിക്കുക. ഒറ്റ ഒരുത്തനെങ്കിലും കറപ്ഷൻ ഇല്ലാത്ത, പക്ഷഭേദമില്ലാത്ത യോഗ്യമായൊരു ഭരണം കുറഞ്ഞ പക്ഷം ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ 5 വർഷത്തേക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെന്ന് നോക്കണം. നിന്നെക്കൊണ്ട് നടക്കത്തില്ല. കാര്യം അന്ധകാരത്തിൻ്റെ അധിപതി ഭരിക്കുന്ന ഒരു കാലം, അവൻ്റെ കീഴിൽ നിന്ന് ഭരിക്കുന്ന ഒരു വ്യക്തിക്ക് യോഗ്യമായൊരു ഭരണം കാഴ്ചവെക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു, അവരെ പിരിച്ചുവിട്ടു. എന്നാൽ ദൈവം ഇനിയൊരിക്കൽ അവരെ ഒരുമിച്ച് ചേർക്കും. ചേർന്നുകൊണ്ട് പറയും, നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേരാം, അല്ലെങ്കിൽ വൺ വേൾഡ് ഗവൺമെൻറ് ഫോം ചെയ്യാം. നമ്മളവിടെ വരും. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യണം. അന്ന് ഞാൻ ഇസ്രായേലിനെ കൊണ്ട് മറ്റുള്ളവരെ തകർത്ത് കളയും. നിന്നാൽ ഞാൻ ജാതികളെ തകർത്ത് കളയും. നിന്നാൽ ഞാൻ കുതിരയെയും അതിൻ്റെ മേൽ കയറിയവനെയും തകർക്കും. നിന്നാൽ ഞാൻ ജാതികളെ തീർത്തെറിയും എന്ന് കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞു. 25 ലക്ഷം ഭൂഭാഗം അബ്രഹാമിന് കൊടുക്കുകയും ബാക്കിയുള്ളത് മുഴുവനും ജാതികൾക്കായി കൊടുക്കുകയും ചെയ്ത ഭയങ്കര ട്രിഗറിങ് ദൈവം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. ഇനിയും സഭയും രണ്ടായി തിരിയും. ഇവിടെ മുതലാണ് എടുക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. സഭയും രണ്ടായി തിരിയും. ലോകം മാത്രമല്ല, സഭയും രണ്ടായി തിരിയും. എന്നും സഭയെ ജയിച്ച ശേഷം മാത്രമേ ലോകത്തെ ജയിക്കാൻ പിശാചിനൊക്കത്തുള്ളൂ. കാരണം ഈ ഭൂമിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഉപ്പാണ് ദൈവസഭ. ഈ ദൈവസഭയെ നശിപ്പിച്ച ശേഷം മാത്രമേ ലോകത്തെ നശിപ്പിക്കുവാൻ പിശാചിന് കഴിയുകയുള്ളൂ. അത് ഭാഗികമായും പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. സഭയും രണ്ടായി തിരിയും. ഒന്ന്, ഗൗരവമായി ദയവായി ശ്രദ്ധിച്ചാലും, പത്യോപദേശവും വിശുദ്ധിയും കാക്കുന്നവർ പരിശുദ്ധാത്മാവിനോടൊപ്പം ഈ ഭൂമിയിലായിരിക്കും. നാം ആ കൂട്ടത്തിലായിരിക്കേണ്ടതിന് അങ്ങേയറ്റം താല്പര്യപ്പെടുന്നു. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യോപദേശവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവർ ഉണ്ട്. ആ പദം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും, അതായത് ദൈവവചനവും, ഭക്തിക്കൊത്ത ഉപദേശവും. അപ്പോൾ ഭക്തിക്കൊത്ത ഉപദേശമുണ്ട്, ഭക്തിക്കൊക്കാത്ത ഉപദേശമുണ്ട്. ദൈവത്തിൻ്റെ പത്യവചനത്തിൽ, സത്യവചനത്തിൽ ഭക്തിക്കുള്ള ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന സിമ്പിൾ കാര്യങ്ങളിലോട്ട് പോവുക. പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടരുത്, ഭക്തിക്കൊത്ത ഉപദേശമാണ്. സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടയണം, ഭക്തിക്കൊത്ത ഉപദേശമാണ്. വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം, ഭക്തിക്കൊത്ത ഉപദേശമാണ്. എങ്ങനെയെങ്കിലും സ്നാനം ഏറ്റാൽ നല്ലത്, ഏറ്റില്ലെങ്കിലും വിശ്വാസകർമ്മമാണ്. ഓക്കെ, അതിനകത്ത് സ്നാനത്തിൻ്റെ ആവശ്യമില്ല, ഭക്തിക്ക് ഉതകാത്ത ഉപദേശമാണ്. നിഷ്കളങ്കതയിൽ ജീവിക്കണം, ഭക്തിക്കുള്ള ഉപദേശം, ഒത്ത ഉപദേശമാണ്. ആഹാരപാനീയങ്ങളിൽ നിങ്ങൾ ക്രമം സൂക്ഷിക്കണം. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവനും മദ്യപന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവനും മദ്യപാനിയായി ദൈവം എണ്ണും, ഭക്തിക്കൊത്ത ഉപദേശമാണ്. കുഴപ്പമില്ല, സോഷ്യൽ ഡ്രിങ്കിങ് തകരാറില്ല, അതൊന്നും വേദപുസ്തകം പറയുന്നില്ല. അവൻ വേദപുസ്തകം വായിക്കാഞ്ഞത് അവൻ്റെ കുറ്റമാണ്, നമ്മുടെ കുറ്റമല്ല എന്നിങ്ങനെ പറയുന്ന ഭക്തിക്ക് ചേരാത്ത ഉപദേശം പ്രസ്താവിക്കുന്നവരുണ്ട്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, അന്യഥ ഉപദേശിക്കരുത്. അന്യഥ ഉപദേശിക്കുന്നവരുണ്ട്. അവർ ഭക്തിക്ക് ചേരാത്ത ഉപദേശങ്ങളെ പ്രസംഗിക്കുന്നവരാണ്. ഒരു ഗ്രൂപ്പ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പത്യോപദേശം സൂക്ഷിക്കുന്നവരായിരിക്കും, വിശുദ്ധിയുടെ ഉപദേശം സൂക്ഷിക്കുന്നവരായിരിക്കും. ബഥേലിനെ ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രം. ലോകത്തിൻ്റെ 5 വൻകരകളിലും ബഥേലിനെ കുറിച്ച് അറിയാവുന്നവർ ഭക്തിക്കൊത്ത ഉപദേശം സൂക്ഷിക്കുന്നവർ എന്ന് പറയുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം വിശുദ്ധി നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. ആത്മയുദ്ധം ഇവിടുത്തെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. സഭയുടെ മാനദണ്ഡം സൂക്ഷിക്കുന്നവരൊക്കെ ഇത്
സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവരെക്കുറിച്ച് ഞങ്ങൾ ലജ്ജിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം പറയട്ടെ. രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവർ വ്യാജാത്മാവിന് വിധേയരായി അന്യഥ ഉപദേശിക്കുന്നവരാണ്. സഭ രണ്ടായി കഴിയാറായി, ഏറെക്കുറെ തിരിഞ്ഞ് കഴിയാറായി. അല്ലാത്തവർ വ്യാജാത്മാവിനോടൊപ്പം പ്രവർത്തിക്കുന്നവരെ കുറിച്ചൊരു വിശദീകരണം 2 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം ദയവായി ഒന്ന് വായിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. 1 മുതൽ 5 വരെയുള്ള വാക്യം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അഥവാ അധികാരത്തെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഒക്കെയായി മാറുമെന്ന് കാണാം. ദയവായി 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 2 തീമോത്തിയോസ് 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഒന്ന് നിൽക്കട്ടെ, നമ്മളിത് വിശദമായി ചിന്തിച്ചു പോകുകയാണ്. ഇത്ര കഠിനമായ ഭാഷ പൗലോസ് ഉപയോഗിക്കുന്ന അധിക രംഗങ്ങളില്ല. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവവചനത്തെ സാക്ഷി നിർത്തി, ന്യായം വിധിക്കുവാൻ എഴുന്നേറ്റ് വരുന്ന യേശുവിനെ സാക്ഷി നിർത്തി പറയുന്നതാ. ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം. ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ. ഇനിയും പത്യോപദേശത്തിന് വിപരീതമായി വരുന്നത് എന്തൊക്കെയാണെന്നും പത്യോപദേശം എന്താണെന്നും ചിന്തിക്കാം. പത്യോപദേശം, ആ പദത്തിലൊന്ന് നിൽക്കട്ടെ. പത്യോപദേശം. സിസ്റ്റർ മേരി കോവൂർ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു പദമുണ്ട്. ഒരു വീട്ടിൽ നെല്ല് കുത്താൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ സ്ത്രീ വന്ന് ആ ഉടമസ്ഥരോട് പറഞ്ഞു, ഞാൻ ഈ ഒരാഴ്ച കൂടെ നെല്ല് കുത്താം, വരുന്ന ആഴ്ചയിൽ നെല്ല് കുത്താൻ വരത്തില്ല. എന്തു പറ്റി? വീട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നെയ്യ് കഴിച്ച് പഥ്യമിരിക്കാൻ പോകുകയാ. അല്ല, ഈ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് നിനക്ക് ആരോഗ്യം കൂടുകയല്ലേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ കൂടെ ഒരു പഥ്യമുണ്ട്. എന്ന പഥ്യം? ഇന്നത് തിന്നരുത്, ഇന്ന ജോലി ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പഥ്യമെന്ന് പറഞ്ഞാൽ എന്തോ ആണെന്ന് ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേർക്കറിയാം. പഥ്യ ഉപദേശം, ആ ഉപദേശത്തോടു കൂടെ അനേകം നിഷ്കർഷകളുണ്ട്. ദൈവത്തിൻ്റെ വചനം കുത്തഴിഞ്ഞ പുസ്തകമല്ല, ഉപദേശം കുത്തഴിഞ്ഞ പുസ്തകമല്ല, അതിൻ്റെ നിബന്ധനകളുണ്ട്. അവർ പഥ്യോപദേശം പൊറുക്കാതെ, വായിച്ചാട്ടെ, പൊറുക്കാതെ കർണരസകമാകാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. ഒരുപാട് ഉപദേഷ്ടാക്കന്മാർ കർണരസമാകുമാറ് പ്രസംഗിക്കുന്നവരുണ്ട്. കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ മെസ്സേജ് ശ്രദ്ധിക്കരുത് എന്ന് ഞാൻ പലരോടും ആവശ്യപ്പെടും. കാര്യം നമ്മുടെ സമയം കൊല്ലുകയാണ്. പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്തെങ്കിൽ ചീട്ട് കളിക്കുന്നവരെ പെന്തക്കോസ്ത് അംഗീകരിക്കുകയില്ലായിരുന്നു. പക്ഷെ ചെസ് കളിയെക്കുറിച്ച് അന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ചീട്ട് കളിക്കുന്നവരെ പെന്തക്കോസ്തുകാർ അംഗീകരിക്കത്തില്ലായിരുന്നു. കാര്യം സമയം കൊല്ലുകയാണ്. പക്ഷെ ചെസ് കളിയെക്കുറിച്ച് ഒരു പെന്തക്കോസ്തുകാരനും പറയാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചെസ് കളിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ചെസ് കളി പഠിച്ചു. പക്ഷെ താമസിക്കാതെ പരിശുദ്ധാത്മാവ് ദർശനങ്ങളിൽ എന്നോട് ഇടപെട്ടേച്ച് എന്നോട് പറഞ്ഞു, ലോകക്കാരൻ്റെ വഴിയെ നടന്നാൽ ലോകക്കാരനെ പോലെ നീ മാറും. ആത്മീകനെ പോലെ നിൽക്കണമെങ്കിൽ നിന്റെ സമയം നഷ്ടമാക്കരുത്. എൻ്റെ സമയത്തിന് വിലമുണ്ട്. അന്യഥാ ഉപദേശിക്കരുത്. പത്യോപദേശത്തിന് ചേരാത്തത് പറയരുത്. അവർ കർണരസമാകുമാർ പ്രാസങ്ങൾ ചേർത്തും. അത് ചെയ്താലും ഇത് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഒന്നുകിൽ ജീവിതം കൊണ്ട് ദുർസാക്ഷ്യം വഹിച്ചും ഇല്ലെങ്കിൽ പരസ്യമായി പ്രസംഗിച്ചും ജനത്തെ വഞ്ചിച്ച് കളയുന്ന ആളുകൾ എഴുന്നേറ്റ് വരും. അവർ കർണരസമായി പ്രസംഗിക്കും. പിന്നെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. എനിക്കിഷ്ടമുള്ളത് പറയുന്ന ഉപദേഷ്ടാവിനെ വിളിച്ചുകൊണ്ട് വരും, അദ്ദേഹത്തെ പെരുക്കും. കാര്യം അങ്ങേര് വന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്ത് ആഭരണങ്ങളെക്കുറിച്ച് ശുശ്രൂഷിക്കുമ്പോൾ തിരുവചനം അതിനെക്കുറിച്ച് എന്തു പറയുന്നുവെന്നും തിരുവചനത്തിന് വിപരീതമായി പലതും നടക്കുവാനുള്ള കാരണം എന്താണെന്നും എടുത്തു പറഞ്ഞു. അടുത്ത ദിവസം വേറൊരു മനുഷ്യൻ അതേ വീട്ടിലെത്തി. അവിടെ വെച്ചൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവരത് റെക്കോർഡ് ചെയ്ത് പിന്നെ എന്നെ കേൾപ്പിച്ചു. ഇന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ ഇത്രയും മാത്രം പറയാം. ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്ന ഉടനെ, ഇന്ത്യക്ക് വെളിയിലാണ് ഈ സംഭവം, തിരിച്ച് ഇന്ത്യയിൽ വന്ന ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്ന പ്രസംഗം ഞാൻ ഇന്നിടത്ത് വെച്ച് എടുത്തത്, നീ ഇന്നിടത്ത് വെച്ച് എടുത്ത് ഞാൻ കേട്ടു, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നീ അവിടെ പോയത്.
ഞങ്ങളുടെ വിശുദ്ധന്മാരുടെ ഭവനങ്ങളിൽ കയറി ഇതുപോലെ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സമയം കിട്ടുമ്പം പാസ്റ്ററെ വിളിക്കാം, ഇപ്പോൾ സമയമില്ല എന്ന്. പക്ഷേ ആ സഭ പൊളിഞ്ഞു. അവരുടെ പാസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, ഏത് പുള്ളിയെയാണ് ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് വിട്ടത്? ഞങ്ങൾ അവനെ അടുപ്പിച്ചു, ചർച്ച് പൊളിഞ്ഞു, അന്യഥ ഉപദേശിച്ചു, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരോധമായി കുത്തഴിഞ്ഞ ഉപദേശങ്ങളെ പ്രസ്താവിച്ചു. തങ്ങൾക്ക് രസകരമായി തങ്ങൾക്ക് ബോധിച്ച സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം നടക്കേണ്ടതിന് യോഗ്യരായ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കി. താവോട്ട് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്, അന്ത്യകാലം എന്നാണ് അതിനെ വിളിക്കുന്നത്. താവോട്ട് വായിച്ചു. നീയോ സകലത്തിലും നിർബന്ധനായിരിക്ക. തീമോത്തിയോസേ, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. വായിച്ചു. കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. മതി, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. ഇന്ന് ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുവാൻ ദൈവസഭ സമർപ്പിക്കപ്പെടാം. സഭ രണ്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല തിരിഞ്ഞ് കഴിയാറായി. ഇനി നമുക്ക് സഭ രണ്ടായി തിരിയും അഥവാ തിരിഞ്ഞ് കഴിയാറായി. ഇത് ചിന്തിച്ച ശേഷം നമുക്ക് ലോകമഹായുദ്ധത്തിലേക്ക് പോകാം. തൽക്കാലം സഭയെക്കുറിച്ച് ചിന്തിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം, അതാണ് ദൈവം എന്നെ പ്രധാനമായും ഏൽപ്പിച്ച ഒന്ന്. കഴിഞ്ഞ ദിവസം അനിയൻ കുഞ്ഞു പാസ്റ്റർ എന്നോടൊരു ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് വിളിച്ചുണർത്തി ഇന്ന ഭാഗങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിന്നോട് അടുത്ത ചില ദിവസങ്ങളിൽ ആവശ്യപ്പെടും. നിന്റെ ശുശ്രൂഷയുടെ വൈൻഡിങ് അപ്പ് ടൈമിലാണ് നീ എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഗൗരവമായി ചെയ്യുക. എത്ര സില്ലി എന്ന് തോന്നിയാലും, ആ പദങ്ങൾക്കായി സ്തോത്രം, എത്ര സില്ലി എന്ന് തോന്നിയാലും, എത്ര നിസ്സാരമെന്ന് തോന്നിയാലും ഞാൻ ഏൽപ്പിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിരിക്കണം. ആകയാൽ വെള്ളിയാഴ്ച എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പരിശുദ്ധാത്മാവ് ഇടപെട്ട ചില ആശയങ്ങളാണ്. അത് ചിന്തിക്കേണ്ടതിന് വേണ്ടി സമയമെടുക്കുന്നു. മൂന്നാം ലോകമഹായുദ്ധം അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ തൊടും. പള്ളിഭ്രഷ്ടരായി ദൈവസഭയുടെ ആത്മീയർ മാറുന്ന ഒരു കാലഘട്ടമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നില്ല. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഇന്ന് അക്രൈസ്തവരിൽ നിന്നും ക്രിസ്തീയ സഭ ധാരാളം പീഡനങ്ങൾ സഹിക്കുന്നു. മറക്കരുത്, 66 വർഷമായി ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. എൻ്റെ 66 വർഷത്തെ ആക്റ്റീവായ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ആരംഭകാലത്ത് പെന്തക്കോസ്തുകാരെ തല്ലിയിരുന്നത് നോൺ ക്രിസ്ത്യൻസ് അല്ല, ക്രിസ്തീയ നാമധേയമുള്ളവരായിരുന്നു തല്ലിയത്. അല്പം കൂടെ മുന്നോട്ട് വരാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്കകത്തായപ്പോൾ ആരെങ്കിലും ആത്മീകരായ ദൈവദാസന്മാരെ കുറിച്ച് അപവാദം പറയുന്നതും അവരെ പള്ളിഭ്രഷ്ടരാക്കുന്നതും ഇന്നാരെയും പ്രസംഗത്തിന് വിളിക്കരുതെന്ന് പറയുന്നതും, അതെ, ദൈവജനത്തെ പള്ളിഭ്രഷ്ടരാക്കിയ, ആത്മീയരെ പള്ളിഭ്രഷ്ടരാക്കിയ കഴിഞ്ഞ കാലം കണ്ട് അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുവാൻ 66 വർഷം ക്രിസ്തുമണ്ഡലത്തിൽ നിർത്തിയ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. യേശു പറഞ്ഞു, ഒന്ന്, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അവിടെ കൊണ്ട് തീർന്നില്ല, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന നാഴിക വരുന്നു. ഈ ദിവസങ്ങളിൽ അത് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് നന്നായി മനസ്സിലാകും. കഴിഞ്ഞ ദിവസം മീഡിയയിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടായിരുന്നു, മുസ്ലിം മതത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ടോ? ഇല്ല. എങ്കിലും നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ പലരും വരുമെന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ യഹോവ സാക്ഷികളുടെ കഴിഞ്ഞ കൺവെൻഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ വലിയ എക്സ്പ്ലോഷൻ നമ്മോട് ഒരു കാര്യം വിളിച്ചു പറയുന്നു, അതെ, ഇവൻ വൈരാഗ്യം വന്നത് ദൈവത്തോടാണ്. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുള്ള നാഴിക വരുന്നു. തുടങ്ങിയത് നമ്മുടെ മീറ്റിങ്ങുകൾക്ക് പാരലൽ മീറ്റിംഗ് വെച്ചും ഇന്നാരെയും മീറ്റിങ്ങിന് വിളിക്കരുതെന്ന് പറഞ്ഞു. ഒക്കെയാ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ ചർച്ച് വളരുവാനുള്ള അതിപ്രധാന കാരണങ്ങളിൽ ഒന്ന്, ആരെയൊക്കെ പിശാച് പള്ളിഭ്രഷ്ടരായി പ്രഖ്യാപിച്ചോ അങ്ങനെയുള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക എന്നതായിരുന്നു. കാരണം പൈശാചിക മണ്ഡലത്തിന് ചളുക്കം കൊടുത്തവരെ മാത്രമേ പിശാച് അങ്ങനെ തള്ളാറുള്ളൂ. അങ്ങനെയുള്ളവരെ വിളിച്ചു കൊണ്ടുവന്നാൽ അവിടെ സഭ വളരുവാൻ സാധ്യതയുണ്ട്. എന്നെയും അനേകർ വിളിക്കാനുള്ള കാരണം ഒരു ദിവസം പോലും ഇല്ലാതെ വിളികളുണ്ട്, ക്ഷണങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, പൈശാചിക മണ്ഡലത്തിന് ചളുക്കം വരുത്തിയാൽ പിശാച് നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. യേശു വിളിച്ചു പറഞ്ഞു, നമ്പർ 1, നിങ്ങൾ പള്ളിഭ്രഷ്ടരാക്കപ്പെടും. 2, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന നാഴിക വരും. ഇതിനെ തുടർന്ന് യേശു പറഞ്ഞ ഒരു മതം യോഹന്നാൻ 16-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ 3-ാമത്തെ വാക്യത്തിൽ, അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യേശുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് മിണ്ടരുത്, നീ ആരാണെന്ന് പറയുവാൻ
ദൈവവചനം ഉരുത്തിരിഞ്ഞ, ദൈവവചനം ശരീരമായി ഉരുത്തിരിഞ്ഞ യേശുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവൻ വചനവിരോധിയാന്ന് പറയുന്ന ആ ന്യായശാസ്ത്രികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മഹാപുരോഹിതന്മാർ യേശുവിനെ പള്ളിഭ്രഷ്ടനാക്കിയ ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് അങ്ങനെ ചെയ്യും. മത്തായി 11:6 എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. ഈ പള്ളിഭ്രഷ്ട് കേൾക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. എങ്കിൽ ഇടറിപ്പോകാത്തവനൊക്കെയും ഭാഗ്യവാൻ. രണ്ടാം പദത്തിലോട്ട് കയറട്ടെ. നമ്മൾ എന്തിനാപ്പ ഇതിനൊക്കെ വാചകം അടിക്കാൻ പോകുന്നത്? മിണ്ടാതെ അവനവൻ്റെ പണി നോക്കി നടന്നാൽ പോരെ. അതെന്നേ യേശു അവരോട് പറയുന്ന വാചകമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8:38 വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എൻ്റെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ലജ്ജിക്കും. നാണിച്ചാൽ നാണിക്കുന്നവനും ലജ്ജിപ്പിച്ചാൽ ലജ്ജിക്കുന്നവനുമായ ദൈവം. ഞാനും നിങ്ങളും സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടേണ്ട ആ ദിവസങ്ങളിൽ കോടി കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് വന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വെള്ളവസ്ത്രം ധരിച്ച് കയ്യിൽ കുരുത്തോലകളുമായി ഭൂമിയിൽ നിന്ന് വരുന്നവർ ഇവരാരാണ്? യേശുവാണ് സാക്ഷ്യം പറയേണ്ടത്. എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പക്ഷേ യേശു പറഞ്ഞ ആരെങ്കിലും ഒരുത്തൻ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് ആ വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയിൽ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാനും ലജ്ജിക്കും. ലജ്ജിക്കാതെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. യേശുവേ, അങ്ങയുടെ കാര്യം മാത്രമാണോ? അല്ലെന്നേ. പൗലോസിനോടൊന്ന് ചോദ്യര്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട ശേഷം സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കി. അന്ന് സ്കൂൾ നടക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അടുത്തും കൂടെയുള്ള റോഡിൽ കൂടെ വല്ലപ്പോഴും വരെ ആവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോയാൽ ക്ലാസ്സിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വരെ അല്ലേലി എന്ന് വിളിക്കുമായിരുന്നു. എന്നെ കാണുമ്പം ഞാനും ഉറക്കെ വിളിക്കും. കാര്യം നീ വീണ്ടും വിളിയടാ, അശുദ്ധൻ്റെ വായിൽ നിന്ന പദം ഒന്നുകൂടെ വരട്ടെന്ന്. എന്നെ ഫോൺ എടുത്ത് ചീത്ത വിളിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയും, ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ വരാം, അന്നേരത്ത് വീണ്ടും വിളിക്കണം, ഒരു ചായ വാങ്ങിച്ചു തരാം. ഒരു ചായ തരാം. ചീത്ത വിളിച്ചാൽ ഞാൻ വെറുതെ വിടത്തില്ല. ഒരു ചായ വാങ്ങിച്ചു തരാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇവിടെ സ്തോത്ര കാഴ്ച എടുത്ത് തെറ്റിപ്പോയി മുഷിഞ്ഞ നാണയങ്ങൾ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ്, നാണയമല്ല നോട്ട് നമുക്ക് വേണ്ട, നല്ലത് ദൈവത്തിന് കൊടുക്കാൻ പഠിപ്പിക്കുകയാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞെടുത്ത് അത് തെറ്റിപ്പോയി എന്നും പറഞ്ഞ് തമ്പപ്പ് കാണിച്ചവരൊക്കെ ഉണ്ട്. പിന്നത്തേതിലെ കൊറോണ വന്ന ക്ഷാമ സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്തവരോടൊക്കെ ഞാൻ ചോദിച്ചു, നീ പണ്ട് ചീത്ത പറഞ്ഞ കൂട്ടത്തിലാണോ? ആണേ 100 രൂപ തരാം. ചീത്ത പറഞ്ഞില്ലെങ്കിൽ കാശില്ല. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല. ഇന്ത്യയിൽ എത്ര ലക്ഷമുണ്ട്, എത്ര കോടിയുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല. ചീത്ത വിളിച്ചതാണെങ്കിൽ സത്യം പറ, കാശ് തരാം. പൗലോസിന് പറയാനുള്ളത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാര്യം അത് ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അവൻ്റെ ബദ്ധനായ എന്നെക്കുറിച്ച് ലജ്ജിക്കരുത്. ഇത് എം.എ. വർഗീസിൻ്റെ ചരിത്രത്തോട് ചേർത്ത് പൗലോസിൻ്റെ വാചകത്തിൽ നിന്ന് കോട്ട് ചെയ്യട്ടെ. അവൻ്റെ ബദ്ധനായ എന്നെക്കുറിച്ച് ലജ്ജിക്കരുത്. ഇന്നരെക്കുറിച്ച് ലോകം അപവാദം പറയുന്നു. ക്രിസ്ത്യാനിയെ കുറ്റം പറയുന്ന മാസികകൾ അപവാദം പറയുന്നു. നമ്മൾ അവനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പൗലോസിന് പറയാനുള്ളത് അങ്ങനെ അല്ല. അവൻ്റെ സാക്ഷിയായ അവൻ്റെ ബദ്ധനായ എന്നെക്കുറിച്ച് ലജ്ജിക്കരുത്. 2 തീമോഥെയോസ് 1:8 അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. തീമോഥെയോസേ, നീയും കഷ്ടം സഹിക്കണം. കഴിഞ്ഞ നാളുകളിൽ മീഡിയ ട്രോളിംഗ് നെടുകയും കുറുകയും നടന്നപ്പോൾ എം.എ. വർഗീസിനോട് ചേർന്ന് നിന്ന് ലജ്ജ അനുഭവിക്കുവാൻ ബേഥേൽ തയ്യാറായതിനാൽ ഞാൻ ബേഥേലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള അനേക ആത്മീക ഭക്തന്മാർ ലജ്ജ അനുഭവിക്കുന്ന ദൈവദാസന്മാരോട് ചേർന്ന് നിന്ന് ലജ്ജ അനുഭവിക്കാൻ തയ്യാറായത് ആത്മലോകത്തെ വളർത്തുവാൻ ദൈവത്തിന് കാരണമായി മാറി. ഈ സമയത്ത് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറക്കരുത്, റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ പുനരുത്ഥാനം സംഭവിക്കും. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കേണ്ടതിന് അവരോടൊപ്പം എടുക്കപ്പെടും. റാപ്ചർ നടക്കുന്നതാണ്. റാപ്ചർ എന്നൊരു പദം പുതിയ നിയമത്തിൽ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. സത്യം സത്യം സത്യം, റാപ്ചർ എന്നൊരു പദം പുതിയ നിയമത്തിൽ ഇല്ല. അതുകൊണ്ട് കാര്യമില്ലെന്നല്ല.
ട്രിനിറ്റി എന്നൊരു പദം പുതിയ നിയമത്തിലില്ല. അതുകൊണ്ട് ആ കാര്യം ഇല്ലെന്നല്ല. അങ്ങനെയാണെങ്കിൽ സാലറി എന്നൊരു പദവും പുതിയ നിയമത്തിലില്ലെന്നറിയാവോ? സാലറി, ശമ്പളം എന്ന വാക്കുണ്ട്. സാലറി എന്ന പദം തിരുവചനത്തിൽ പുതിയ നിയമത്തിലില്ല. മോനെ, അന്നത്തെ ഇംഗ്ലീഷ് അല്ല ഇന്നത്തെ ഇംഗ്ലീഷ്. അത് എഴുതുന്ന കാലത്ത് കുറിച്ചു വെച്ച വാക്കുകളല്ല ഇക്കാലത്തുള്ളത്. അന്ന് ട്രിനിറ്റിയുടെ കാര്യം എഴുതിയിട്ടുണ്ടെങ്കിലും ട്രിനിറ്റി എന്നൊരു വാക്കില്ല. അന്ന് സാലറി ഇല്ല, സാലറി എന്നൊരു വാക്കില്ലാത്തത് കൊണ്ട് അത് കൊടുക്കാത്തതുപോലെ റാപ്ചർ എന്നും ട്രിനിറ്റി എന്നുള്ള വാക്കുകളൊന്നില്ല. ദേ ആർ ടെക്നിക്കൽ വേർഡ്സ്, ദേ ന്യൂലി കെയിം. ഈ പദങ്ങൾ ബൈബിളിൽ ഇല്ല. ഗൗരവമായി കേട്ടോണം. സാലറി ഇല്ല എന്നതിൻ്റെ അർത്ഥം സാലറി വാങ്ങിക്കുന്നില്ലെന്നല്ല. അത് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതിന് കുഴപ്പമൊന്നുമില്ല, മറ്റേനെ കുഴപ്പമുള്ളത്. ലൈൻ ബസ് എന്നൊരു പദം ബൈബിളിലില്ല. ട്രെയിൻ എന്നൊരു പദം ബൈബിളിലില്ല. അതൊക്കെ ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് ടെക്നിക്കൽ വേർഡ് ഉപയോഗിച്ചുകൂടാ? ദർ ഈസ് ഗോയിങ് ടു ബി എ റാപ്ചർ. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആരായിരിക്കും? അബ്രഹാമും തന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്തതിയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ദ അബ്രഹാമിക് ഗ്രൂപ്പ്. എന്നിട്ട് ദൈവസഭ വിശുദ്ധ കന്യകയായി അവൾ ഭൂമിയിലേക്ക് ക്രിസ്തുവിനോടൊപ്പം തിരിച്ചു വരും എന്നൊരാശയം മാത്രം ഞാൻ ഈ ചിത്രങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ. സഭ തയ്യാറാകട്ടെ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. വെളിപ്പാട് പുസ്തകത്തിൽ യേശു രേഖപ്പെടുത്തുന്നതാണിത്. മലാഖിയുടെ പ്രവചനത്തിൽ പഴയ നിയമത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മലാഖി ചുട്ടുകരിക്കുന്നതായ ഒരു അഗ്നിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. പുതിയ നിയമത്തിൽ പ്രധാനമായും ദൈവം തിരഞ്ഞെടുത്ത പത്രോസ് അപ്പോസ്തലൻ സകലരെയും ചുട്ടുകരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവായി യേശുവിൻ്റെ സ്വന്തം വാ കൊണ്ട് പറയുന്നതാണ്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. അത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ മേൽ കർത്താവ് തീയിടും. സഭ തയ്യാറാകട്ടെ. നിങ്ങളുടെ അജ്ഞാതകാലത്ത്, എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ നിർത്തും? നിങ്ങളുടെ അജ്ഞാതകാലത്ത് നടന്നിരുന്ന, നിങ്ങളുടെ മോഹങ്ങളെ ആശ്രയിച്ച് നടന്നിരുന്ന ആ നടപ്പ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതിരുന്ന കാലത്ത് ഒരുപാട് ലോകമോഹത്തിൽ നടന്നവർ നമ്മുടെ ഇടയിലുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധം എന്തുകൊണ്ടോ അവർക്കില്ലാതെ പോയി. നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വിശുദ്ധി എന്ന പദത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം വേർപാടെന്നാണ്. ദൈവം 7-ാം നാളിനെ ശുദ്ധീകരിച്ചു എന്നിട്ട് പറഞ്ഞ് അന്ന് സാമാന്യ വേല ചെയ്യരുത്. വേർപാടിനെയാണ് വിശുദ്ധി എന്ന് വിളിക്കുന്നത്. യോശുവയുടെ പുസ്തകം 24:15 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ മിസ്രയീമിൽ നിങ്ങൾ സേവിച്ചിരുന്ന ദൈവങ്ങളെ സേവിക്കാം, ഇല്ലെങ്കിൽ നദിക്ക് അക്കരെ കണ്ട ജാതികൾ സേവിച്ചിരുന്ന ദൈവങ്ങളെ സേവിക്കാം. 3 യഹോവയെ ദൈവത്തെ സേവിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകൽ കുടുംബമായി യഹോവയെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭ തയ്യാറാകട്ടെ. അധർമ്മമൂർത്തിയെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അധർമ്മമൂർത്തിയായി വെളിപ്പെടുവാനുള്ള ഒരുവളുടെ ഒരു രൂപം, പെരുവെള്ളത്തിൻ്റെ മേലിരിക്കുന്ന സ്ത്രീയെന്നും ധൂമ്രവസ്ത്രം ധരിച്ച സ്ത്രീയെന്നും ലോകത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ലഹരിക്ക് വിധേയമായ സ്ത്രീയെന്നും ഒക്കെ അവളെക്കുറിച്ച് എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ ഈ വലത്തെ ടോപ്പ് കോർണറിൽ കൊടുത്തിരിക്കുന്നത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരണമെങ്കിൽ സഭയ്ക്കകത്ത് ഈ മാതൃകാദോഷം നടന്നേ മതിയാകൂ. അവനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി ഈ മാതൃകാദോഷം സഭയ്ക്കകത്തേക്ക് പിശാചിടും. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, മനസ്സിലായോ? ഇവൻ ലോകത്തിൽ നരകത്തിൽ കിടക്കുമെന്നല്ല, അവൻ ദേവാലയത്തിൽ വന്നു കയറും. അവൻ സഭാരാധനകളിൽ വന്നു കയറും. അവൻ വിശുദ്ധ ശുശ്രൂഷകളിൽ വന്നു കയറും. അവൻ നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ, ഉപവാസ പ്രാർത്ഥനയിലൊക്കെ വന്നു കയറും. അവൻ ദേവാലയത്തിൽ വന്ന് ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവകൽപ്പനകൾ പുറകോട്ട് മാറ്റിയിട്ട് ദൈവകൽപ്പനയെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ അല്ലെങ്കിൽ വർഷിപ്പ് ഓഫ് ഗോഡ്, ദൈവിക ആരാധനയിൽ തന്നെത്താൻ ഉയർത്തുന്ന സകലത്തിനും എതിരാളിയായവനാണ് ഈ വരുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്.
അധർമ്മമൂർത്തിയുടെ രണ്ടാമത്തെ ഭാഗത്ത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടുമായിരിക്കും. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം, വീര്യപ്രവർത്തികൾ കണ്ടതുകൊണ്ട് മാത്രം ദൈവസഭ ഒരുവനെ ക്രിസ്ത്യാനിയെന്ന് അംഗീകരിക്കുകയില്ല. അവൻ്റെ ജീവിതവും പ്രമാണവും വിശുദ്ധമായിരിക്കണം. പക്ഷേ അത്ഭുതങ്ങൾ നിർബന്ധമാണ്, അടയാളങ്ങൾ നിർബന്ധമാണ്. അതുമായിട്ടാണ് യേശു ആരംഭിച്ചത്. അതോടുകൂടെ യേശുവിന് ഉണ്ടായിരുന്ന ഉപദേശ സത്യങ്ങളും കൂടെ വേണം അത് നിലനിർത്തുവാൻ. കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് 2 തെസ്സലോനിക്കർ 2:13 പറയുന്നു. ഇടത്തുവശത്ത് എതിർ ക്രിസ്തുവിനെ കുറിച്ച് ചിത്രകാരന്മാർ കാണിച്ചിരിക്കുന്ന എനിക്ക് കണ്ടതിൽ ഏറ്റവും യോഗ്യമെന്ന് തോന്നുന്ന മുമ്പേ കാണിച്ച പടം ഞാൻ കാണിച്ചു. വലത്തുവശത്ത് ഇസബേലിനെ കുറിക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ ഒരു ചിത്രം ഞാൻ എടുത്തിട്ടു. ആത്മാവിൻ്റെ വിശുദ്ധീകരണം 2 തെസ്സലോനിയർ 2:13 പറയുകയാണ്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. ലെഫ്റ്റ് ബോട്ടം കോർണറിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാം സഭയ്ക്ക് വേണ്ടി പതിവായി ഇവിടെ ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്. എൻ്റെ പിക്ചറല്ലെന്ന് കാണുന്നവർക്കെല്ലാം അറിയാം, എൻ്റെ ഭാര്യയുടെ അല്ല, നിങ്ങളിൽ ആരുടെയും അല്ല. പക്ഷെ ദൈവസഭയുടെ ഒരു ഭാവി രൂപത്തെക്കുറിച്ച് വരയ്ക്കാൻ അറിയാവുന്ന കലാകാരനെ ദൈവം പ്രേരിപ്പിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇട്ടിരിക്കുന്നൊരു ചിത്രമാണ്. ഈ രൂപത്തിലേക്കാണ് മുകളിൽ കണ്ട 2 രൂപങ്ങളിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം. മറക്കരുത്, മുകളിൽ ഇടത്തും വലത്തും കണ്ട രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിന് വേണ്ടി നിഷ്കളങ്കയായി, ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച പകൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് പറഞ്ഞതിനാൽ ഞാൻ ഇന്ന് 3 ലോകമായുദ്ധം തള്ളി മാറ്റിയേച്ച് ഈ ഭാഗത്തൂടെ കയറുകയാണ്. ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസഭ തയ്യാറാകട്ടെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസ്യർ 2:1-2 വാക്യങ്ങളിൽ അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ഇപ്പോഴത്തെ ഫാഷൻ ഇങ്ങനെ, ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാർ അങ്ങനെയൊക്കെ ചെയ്തത് കണ്ട് ഇപ്പം മാറ്റാനൊക്കത്തില്ല. മോനെ, അന്നത്തെ അപ്പൂപ്പനെ ന്യായം വിധിക്കുന്ന അതേ ബൈബിൾ വെച്ചാടാ ഇന്നത്തെ പിള്ളേരെ ന്യായം വിധിക്കുന്നേ, മറക്കല്ലേ. എം.എ. വർഗീസും ഞാനും 2 തലമുറയാണെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, എം.എ. വർഗീസിൻ്റെ തലമുറയും നിങ്ങളുടെ തലമുറയും തമ്മിൽ 50 കൊല്ലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറയുന്നത് 50,000 വർഷത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ നിത്യനായ ദൈവത്തിൻ്റെ പ്രമാണമാണ് പറയുന്നത്. ഇത് ഈയിടെയെങ്ങും തുടങ്ങിയതല്ല. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിന് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. തീമോത്തിയോസേ 1 തീമോത്തിയോസ് 4:16 നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ ഇത് പറഞ്ഞുകൊണ്ട് ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ നീ തന്നെ നരകത്തിൽ പോകും. നിന്റെ ഉപദേശം കേൾക്കുന്നവരും അങ്ങനെയായിരിക്കും. ബിലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് തിരുവചനത്തിൽ യേശു എടുത്തു പറയുന്ന പദം നോക്കാം. യേശുവിൻ്റെ വാഗുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-15 ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെൽക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവരവിടെ നിനക്കുണ്ട്. ഈ ജനത്തെ ഇങ്ങനെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. കാര്യം അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരല്ല. അവരെ കണ്ട തിരിച്ചറിയാം, സംസാരിച്ചാൽ തിരിച്ചറിയാം. അതുകൊണ്ട് ജനത്തെ നശിപ്പിക്കണമെങ്കിൽ ഇവരെ ജാതികളെ പോലെ ആക്കി തീർക്കണമെന്ന് പറഞ്ഞ് ജാതീയ മര്യാദകളിലേക്ക് ജനത്തെ വലിച്ചു തിരയ്ക്കുവാൻ ബിലയാമിന് ആലോചന പറഞ്ഞു കൊടുത്ത, ബാലാക്കിന് ആലോചന പറഞ്ഞു കൊടുത്ത ബിലയാക്കിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ദൈവസഭ അതിൽ നിന്ന് വേർതിരിയട്ടെ. അടുത്തത് ഇസബേൽ. ഇതേ ഇസബേലിനെ ഞാൻ മുമ്പേ ഞാൻ എടുത്തു കാണിച്ചത്. എങ്കിലും തൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇസബേൽ പറഞ്ഞ പ്രവാചകിയ അല്ല കേട്ടോ, ഇവൾ പ്രവാചകിയല്ല, പ്രവാചകിയായി വേഷം കെട്ടുകയാ. ദുരാത്മാവിനാൽ ബാധ്യതയാണവൾ, അന്യദൈവ ശക്തികളാൽ ബാധ്യതയാണവൾ. പക്ഷേ ഇവൾ യഹൂദൻ്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമെന്നറിയാമോ? നാബാലിനെ കൊന്നുകളയേണ്ടതിന് വേണ്ടി അവൾ യഹൂദന്മാരുടെ ഉപവാസ പ്രാർത്ഥന വിളിച്ചുകൂട്ടി. ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്തവളാണ്, അതിനകത്ത് ശുശ്രൂഷിച്ചവളാണ്.
പക്ഷേ അതോടുകൂടെ ദൈവത്തിൻ്റെ ദാസനായ നാബാലിനെ കല്ലെറിയുവാൻ അവൾ വഴിയൊരുക്കിയവളാണ്, മറക്കരുത്. ആ സ്റ്റാൻഡേർഡിലേക്ക് വരും. ഈസബേലിൻ്റെ ഉപദേശം പിടിക്കുന്നവർ ഇവിടെ ഉണ്ട്, മറക്കരുത്. ലോകത്തിൻ്റെ മര്യാദയ്ക്കൊത്തവണ്ണം വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യപ്രകാരം arrayed with all purple scarlet color and gilded with gold and precious stones, വിലയേറിയ വസ്ത്രങ്ങളും പൊന്നും രത്നവും അണിഞ്ഞുകൊണ്ട് നിന്ന ജഡികയായ ഒരു പെൺകുട്ടിയെ വെളിപ്പാട് പുസ്തകം 19:8 കാണുന്നത് പോലെ she may be the bride of Christ, സുപ്രവസ്ത്രം ധരിച്ചവളായ ദൈവിക കന്യകയായി ഒരു വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുന്നതാണ് സഭയുടെ ചുമതല. അതാണ് സഭ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പലരും ഈ മാർക്ക് തിരിച്ചിട്ടു, മനസ്സിലായോ? പലരും ഈ മാർക്ക് തിരിച്ചിട്ട് ഈ ആരോ മാർക്ക് ഇപ്പം ഞാൻ ഇടത്തുനിന്ന് വലത്തോട്ടാണ് കൊടുത്തത്, പലരും അത് വലത്തുനിന്ന് ഇടത്തോട്ടാക്കാറുണ്ട്. പുതിയ നിയമത്തിൽ ദൈവസഭയെ കാണുന്നത് ഇങ്ങനെയാണ്. ഹൂ ആർ ദോസ് വൈറ്റ് ഇൻ വൈറ്റ് റോബ്? 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ വായിക്കുന്നില്ല. വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവൾ ആരാണ്? അണ്ട് ഇടത്തുവശത്തൊരു ദൂതൻ നിന്ന് നോക്കുന്നത് കാണാം. ആരുടെയൊക്കെ നെറ്റിമേലാണ് 666 ഉള്ളത്. 666 കേവലം ചിപ്പായി അവതരിപ്പിക്കണമെന്നില്ല. 666 വരയും കൊരയും പൊട്ടും പുള്ളിയും. മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ? അവിടെ വെച്ച് കെട്ടിയതും ഇവിടെ വെച്ച് കെട്ടിയതും അവിടെ അണിഞ്ഞതും ഇവിടെ അണിഞ്ഞതും കഴുകിയതും കുളിച്ചതും കിഴിച്ചതും എല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇത് നോക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ശുഭ്രവസ്ത്രം ധരിച്ചവളായ ദൈവിക മണവാട്ടിയായി മാറുവാൻ എൻ്റെ സഭയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ചിലരും കൂടെ ദൈവകൃപയിലേക്ക് വരട്ടെ. റാപ്ചർ, കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുവീൻ. അന്ന് നാം ഇടുക്കുവാതിലൂടെ കയറേണ്ടവരാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലവും, അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാണ്. പക്ഷെ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതോട് ചേർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവർ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഇരിക്കും എന്ന് മറക്കരുത്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഇരിക്കുമെന്ന് മറക്കരുത്. അവിടെയും കല്യാണ വസ്ത്രം ഇല്ലാത്തവരായി വരാതിരിക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധന്മാരില്ലാത്ത ലോകത്തിൽ എന്ത് സംഭവിക്കും? ഞാൻ അവിടോട്ട് ഇപ്പോൾ പോകുന്നില്ല. എൻ്റെ തേർഡ് വാളിൽ കണ്ടിന്യൂറ്റി എനിക്ക് അവിടെ പോകാൻ നോക്കത്തില്ല. എന്നാൽ വിശുദ്ധന്മാരില്ലാത്ത ലോകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, മുള്ളുകളുടെ ഇടയിലെ താമരയാണ് ദൈവസഭ. ഈ താമര ഇവിടെ നിന്ന് മാറിയാൽ, ആ റാപ്ചർ കഴിഞ്ഞാൽ മുള്ളുകൾ തന്നെ ഇവിടെ ശേഷിക്കും. നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഇതിവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ ഉപ്പില്ലാത്ത ലോകം അവശേഷിക്കും. കാരമില്ലാത്ത ഉപ്പ് നമ്മുടെ ഇടയിൽ പലരുമുണ്ട്. അതിനെ ചവിട്ടിക്കളയാനായി ഏൽപ്പിക്കും. വെളിച്ചമങ്ങ് പോയി കഴിഞ്ഞാൽ നാം ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചമങ്ങ് പോയി കഴിഞ്ഞാൽ ഇരുൾ തന്നെ വ്യാപരിക്കും. വിശുദ്ധന്മാരില്ലാത്തൊരു ലോകം. വേൾഡ് വാർ 3. ഞാൻ വേൾഡ് വാർ 3-യിൽ തൽക്കാലം നിൽക്കുന്നില്ല. അതിവേഗത്തിലൊരു പോക്ക് പോകുകയാണ്. ആ ലോകത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പം ഞാൻ അവിടെ എങ്ങും നിൽക്കുന്നില്ല. കർത്താവ് എന്തെങ്കിലും അനുവദിച്ചാൽ അന്നൊരു ദിവസം ഞാൻ അവിടെ മടങ്ങി വന്നോളാം. നിമ്രോദിൻ്റെ ഭരണകാലത്തേക്ക് വീണ്ടും ഒന്ന് വരികയാ. ലോകരാഷ്ട്രങ്ങൾ, നിമ്രോദിൻ്റെ മക്കൾ, നിമ്രോദിനുള്ളവർ ഒരുമിച്ച് കൂടേണ്ടതിന് രാജാക്കന്മാർ ഒരുമിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. UNO ആയതിനു വേണ്ടി കൊണ്ടുവന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ഒരു ഗ്ലോബൽ യൂണിറ്റി ഇന്ന് ലെവലിൽ വരുന്നത് നിങ്ങൾ കാണുകയാണ്. എ ഗ്ലോബൽ അലിയൻസ് ഇന്ന് ലെവലിൽ വരുന്നത് നിങ്ങൾ കാണുകയാണ്. ഒടുവിൽ ഇത് ലോകത്തിലെ ഒരു ഗവർണൻസായി മാറും, അല്ലെങ്കിൽ ഒരു ഭരണമായി മാറും. ലോക ആധിപത്യം പിശാചിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കും. അത് ജാതികളെ ഒരുമിച്ച് ചേർത്ത് ആ അവകാശം അതിന് കൊടുക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ, മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിപ്പാൻ, മൃഗത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ, പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ നമ്മൾ AI ഒക്കെ തുടർന്ന് ചിന്തിച്ചതായിരുന്നു. AI-യും 666 ചിപ്പും അതിനോട് ചേർന്ന് ഒരു ഡിജിറ്റൽ കറൻസിയും
ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ ഇതിനെ വിളിച്ചു വന്നു. നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഈ സമയത്താണ് ജനം വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കും. അതെ, ഒരു ഗ്ലോബൽ റിബലിയൻ ദൈവത്തിനെതിരെ രൂപീകരിക്കപ്പെടുകയാണ്. ഗ്ലോബൽ റിബലിയൻ ദൈവത്തിനെതിരെ രൂപീകരിക്കപ്പെടുകയാണ്. ഇന്നേക്ക് 75 വർഷം പുറകോട്ടെണ്ണിയാൽ 75 വർഷം പുറകോട്ടെണ്ണിയാൽ 1000 വർഷങ്ങൾ കഴിഞ്ഞു. തലമൂടാതെ ക്രിസ്തീയ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ ഇല്ലായിരുന്നു. ദൈവവചനം വിശ്വസിക്കുന്നവരുടെ എണ്ണം ഇന്നത്തേതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു. വെറും 75 വർഷം മുമ്പേ ഒരു ഗ്ലോബൽ റിബലിയൻ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീറിയ പാൻറ്റും ഷർട്ടും വസ്ത്രങ്ങളും ധരിക്കുന്നത് ലജ്ജയായി ലോകം കണക്കാക്കിയിരുന്നെങ്കിൽ, ലജ്ജയായി ഇതിൽ മാനം തുടങ്ങിയിട്ട് 50 വർഷങ്ങൾക്ക് താഴെയായിട്ടുള്ളൂ. മേ ബി 25 വർഷമേ ആയിട്ടുള്ളൂ. ശരീരം മറച്ചു വസ്ത്രം ധരിക്കണമെന്നുള്ള ദൈവിക പ്രമാണത്തോട് എതിർത്ത് നിൽപ്പാൻ, ശരീരം മറയ്ക്കുവാൻ പിശാച് അനുവാദം കൊടുക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഗവൺമെൻറ്റുകൾ അത് അനുവദിച്ചപ്പോഴും പിശാച് സമ്മതിക്കുന്നില്ല. അർത്ഥവസ്ത്രധാരികളായി നഗ്നരായി നടക്കുന്ന ഒരു വിഭാഗത്തെ കാണാം. എ ഗ്ലോബൽ റിബലിയൻ എഗനസ്റ്റ് ഗോഡ്. 1 തീമോത്തിയോസ് 5:6 കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഒരു ഗ്ലോബൽ റിബലിയൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയും വേണ്ടാത്ത ബന്ധങ്ങൾ. 1 തീമോത്തിയോസ് 5:12 ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. പണ്ട് ആഭരണങ്ങൾ എടുത്തു മാറ്റിയവർ രണ്ടാമതെടുത്തിട്ടാൽ അവർ പറയും ഒരു കുഴപ്പമില്ലെന്ന്, നിനക്ക് കുഴപ്പമില്ല, പക്ഷെ ബൈബിൾ പറയുന്നു അവർ ശിക്ഷിക്കപ്പെടാതെ പോകയില്ല. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. 2 തീമോത്തിയോസ് 3:1-5 വരെ നമ്മൾ വായിച്ചു കേട്ടു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹികളുമായി മാറും. ബട്ട് വാട്ട് യു ഷുഡ് ഡു, പ്രൊമോട്ട് എ സൗണ്ട് ഡോക്ട്രിൻ. പത്യോപദേശം പ്രചരിപ്പിക്കുക. ജാതികളുടെ അന്ത്യകാലത്ത് ജാതികൾ ഒന്നായി ചേരും. 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗത്തെ തെണ്ടി ചിത്രത്തിൻ്റെ ഇടത്തെ കോർണറിൽ താഴെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ബോട്ടം റൈറ്റ് കോർണറിൽ കാണിച്ചു. ആ സ്ത്രീയെ തന്നെ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണിച്ചു. ഇവർക്ക് ശക്തി പകരേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ 7 തലയും 10 കൊമ്പുമുള്ള ഒരു സർപ്പമുണ്ട് എന്ന് കാണാം. എല്ലാത്തിൻ്റെയും നിറം ചുവപ്പാണ്. ജാതികളുടെ അന്ത്യകാലത്ത് അവർ ഒന്നായി ചേർന്ന് ആൻറ്റിക്രൈസ്റ്റ് ദ ട്രയൂൺ നേച്ചറിൽ വെളിപ്പെടേണ്ടതിന് ലക്ഷണങ്ങൾ ഒത്തുവരുന്ന കാലത്താണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത്. ആകയാൽ ഉണർന്നും ഭയപ്പെട്ടും ദൈവത്തെ സേവിപ്പാൻ ഒരുങ്ങുക. യേശു എപ്പോൾ വരുമെന്നറിയത്തില്ല. ഇത് തൊടാതെ എനിക്ക് പോകാൻ ഒക്കത്തില്ല. ദ വൈറ്റ് ത്രോൺ, അന്തിമ ന്യായവിധി. അന്ന് ഇവിടെ നിൽക്കാം. മരിച്ചവരാപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. വൈറ്റ് ത്രോൺ, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. നമ്പർ 1, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ത്രോൺ. ഒരു ഗ്രേറ്റ് കമാൻഡ്മെന്റ് യേശു കൊടുത്തേച്ചു പോയെങ്കിൽ മറക്കരുത്, കമാൻഡിനപ്പുറത്ത് ഒരു ഗ്രേറ്റ് ത്രോണും ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ വൈറ്റ് ത്രോൺ. അതിൻ്റെ അർത്ഥം എല്ലാറ്റിനും മേലായ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു സിംഹാസനമായിരിക്കും. അതിൻ്റെ മുമ്പിൽ ഒരു ന്യായവിധി നടക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20:12 പുസ്തകങ്ങൾ തുറന്നു. ദൈവത്തിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് ഓടിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെ ഇതര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ന്യായം വിധിക്കും. അനേക പുസ്തകങ്ങളെന്ന് ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടും. എബ്രായ ലേഖന ഹബക്കുക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ചുവരിലുകളിലുള്ള കല്ലുകൾ എഴുന്നേറ്റ് സാക്ഷി പറയാൻ വരും. ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നതിൽ ഒരു ഘടകമാണ് ചുവരിൻ്റെ കല്ലുകൾ. ബെഡ്റൂമിനകത്ത് നീ എന്ത് കാണിച്ചു മോനെ, അടച്ചിട്ട് രഹസ്യമാക്കിയ നിൻ്റെ ഓഫീസിനകത്ത് എന്ത് ചെയ്തു എന്ന് കാണേണ്ടതിന് ചുവരിൻ്റെ കല്ലുകൾ, ഭിത്തിയുടെ കല്ലുകൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയാനായി വരും. അവ എഴുന്നേറ്റ് നിലവിളിക്കും.
വിശുദ്ധനെന്ന് നടിക്കുന്നവൻ അയ്യോ അവൻ അങ്ങനെ അല്ലെന്ന് അലറിപ്പറയുവാൻ വിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യും. മുകളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഉത്തരങ്ങളും ശീലാന്തികളും ഉണ്ടല്ലോ, അവ ദൈവിക ന്യായവിധിയിൽ മറുപടി പറയുവാൻ എഴുന്നേറ്റ് വരും. പുസ്തകങ്ങൾ തുറക്കും. 50-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദഹിപ്പിക്കുന്ന തീയ് അന്ന് സാക്ഷി പറയാൻ വരും. ആരും കാണാതെ ചുട്ടുകളഞ്ഞ ഡോക്യുമെന്റ്സ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ചുട്ടുകളഞ്ഞു. തീ എഴുന്നേറ്റ് വരും സാക്ഷി പറയുവാൻ. കൊടുങ്കാറ്റ് എഴുന്നേറ്റ് വരും സാക്ഷി പറയുവാൻ. ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷികളായി വിളിച്ചു നിർത്തും. വിശുദ്ധന്മാരെ തിരുസന്നിധിയിൽ കൂട്ടി ഒരു ന്യായവിധി നടക്കും. 50-ാം സങ്കീർത്തനം പറയുകയാണ്, നീ ജീവനോടിരുന്ന കാലത്ത് കള്ളനെ കണ്ടാൽ അവനോട് കൂട്ടുപിടിച്ചവനല്ലേ? വ്യഭിചാരിണിയെ കണ്ടാൽ രസിച്ചവനല്ലേ? നിന്നെ ന്യായം വിധിക്കുവാൻ വേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്, ഇത് മറക്കരുത്. പ്രധാന ന്യായവിധിയിൽ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിനകത്ത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ ഇല്ലാത്തൊരു പദമുണ്ട്. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷനിൽ മാത്രം കാണുന്ന ഒന്നാണത്. There are 3 that bear record in heaven. സ്വർഗത്തിൽ രേഖകൾ സൂക്ഷിക്കുന്നവരായ 3 പേരുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3ഉം ചേർന്നാൽ ഒന്നത്രേ. ഈ വാക്യം മലയാള വേദപുസ്തകത്തിൽ ഇല്ല. ഇംഗ്ലീഷിലെ ഒരുപാട് തർജ്ജമകളിൽ നിന്നും പിശാച് അത് എടുത്തു കളഞ്ഞെങ്കിലും ഒറിജിനാലിറ്റി സൂക്ഷിക്കുവാൻ പ്രസാദിച്ച ദൈവം, വായിക്കുവാൻ അറിയാവുന്നവർ വായിക്കേണ്ടതിന് വേണ്ടി കിങ് ജെയിംസ് വെർഷനിൽ ഇന്നും അത് വെച്ചിട്ടുണ്ട്. There are 3 that bear record in heaven. സ്വർഗത്തിൽ രേഖകൾ സൂക്ഷിക്കുന്നവർ 3 പേരുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഭൂമിയിൽ വിശ്വസ്ത സാക്ഷികൾ 3 പേരുണ്ട്. ആത്മാവ്, പച്ചവെള്ളം, രക്തം. ഇവ 3ൻ്റെയും സാക്ഷ്യം ഒന്നാണ്. ഒരുവനെക്കുറിച്ച് ഇത് 3ഉം സാക്ഷ്യം പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. പച്ചവെള്ളം സാക്ഷ്യം പറയണം. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് അത് ഇനി ഒരു ദിവസം ഞാൻ എടുത്തോളാം. കഴിഞ്ഞ ദിവസം ഞാൻ സ്നാനത്തെക്കുറിച്ച് ഗൗരവമായി പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തിരിക്കുന്ന സഹോദരന്മാരിൽ ഒരുവൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരാശയം കൂടെ ചേർത്താൽ നന്നായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3:16 യേശു സ്നാനപ്പെട്ട ഉടനെ സ്വർഗം തുറന്നു. ദൈവപുത്രനാകുന്ന യേശുവിന് വേണ്ടി സ്വർഗം തുറന്ന 1-ാം ചരിത്രം സ്നാനത്തിന് ശേഷമാണ് കാണുന്നത്, അതിന് മുന്നമേ കാണുന്നില്ല. യേശു ദൈവപുത്രനായിരുന്നെങ്കിലും തൻ്റെ കൈകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് സ്നാനശേഷം മാത്രമായിരുന്നു. അല്ലാതെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. എവിടെല്ലാം അത്ഭുതം നടക്കുന്നു, ഞാൻ അക്കാര്യമല്ല പറഞ്ഞ്, ദൈവിക അത്ഭുതങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. പുസ്തകങ്ങൾ തുറന്നു. The great white throne, Revelation 20:11. God the judge, ദൈവമാണ് അതിൻ്റെ ഭരണാധികാരി, ന്യായാധിപൻ. The books and the books of life, book of memory, all the angels, all the heavenly beings. വെളിപ്പാട് പുസ്തകം 4:4 ഒരു 24 മൂപ്പന്മാർ. ഇവയെല്ലാം ഹബക്കുക്ക് 2:11 ഞാൻ പറഞ്ഞു. ഇവയെല്ലാം കൂടെ ഒരുമിച്ച് നിരന്ന് നിൽക്കുന്നതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ന്യായവിധി നടക്കുമെന്ന് പറയരുത്. The books were opened. ഈ ഒരു പദം തൊടുവാൻ 3 ആഴ്ചയായി പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുക. ബൈബിളിനെ വിളിക്കുന്നത് ദി ബുക്ക്, പുസ്തകങ്ങളുടെ പുസ്തകം. സാധാരണ ഒരു പുസ്തകം സ്കൂൾ സിലബസിനകത്തുള്ളത് 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും മാറ്റി എഴുതുന്ന കാര്യം. അന്നില്ലാത്ത ചില പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. മോനെ, അന്ത്യകാലം വരെ സംഭവിക്കുന്ന പൈശാചിക പ്രവണതകൾ അറിയാവുന്ന ബൈബിൾ അത് ഒരിക്കൽ എഴുതി വെച്ചതിനാൽ, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് പറയുന്ന പിശാചേ, ശ്രദ്ധിച്ചു കേട്ടോ. ദിസ് ഈസ് ദി ബുക്ക്. ഈ പുസ്തകത്തിനകത്ത് എഴുതേണ്ടത് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി ബുക്ക്. 2, പുസ്തകങ്ങൾക്കകത്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാറുണ്ട്. കാര്യം അന്നന്നത്തെ ഭാഷ. പക്ഷെ നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം എഴുതിയിരിക്കുന്ന ഭാഷ, വേദപുസ്തകം തന്നെയല്ല, ഇതര മതഗ്രന്ഥങ്ങളിലും ചിലതങ്ങനെയുണ്ട്. ഭാഷയെ ഫ്രീസ് ചെയ്ത് കൊന്ന ശേഷം അതിനകത്തെ ഒരു വാക്കിൻ്റെ പോലും അർത്ഥം മാറാത്ത ഭാഗത്തിലതാക്കി അതിനുശേഷമാണ് ബൈബിൾ എഴുതുവാൻ ഗ്രീക്കും എബ്രായും ഉപയോഗിച്ചത്. കാലത്തിൻ്റെ പോക്കിൽ ഒരാശയത്തിന് പോലും വ്യത്യാസം വരത്തില്ല. ദിസ് ഈസ് ദി ബുക്ക്. ആ പുസ്തകമാണ് ഒന്നാമതായി തുറക്കുന്നത്. The textbook need a timely change because of information, lifestyle and the world around keep changing. Lifestyle change ചെയ്തുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനിക്ക് ചേഞ്ച് ചെയ്യത്തില്ല. കാര്യം it is from the book. ആകയാൽ ചേഞ്ച് ചെയ്യുന്നില്ല. For it contain every need and every information for every generation. ഇതിൻ പ്രകാരം പോകാത്തവർക്ക് വേണ്ടി വരുന്നുണ്ട് ഒരു മഹാന്യായവിധി. ആ കാര്യം മറക്കരുത്, ആ കാര്യം മറക്കരുത്.
ഒരു മഹാന്യായവിധി വരുന്നുണ്ട്. ആ അഗ്നിയിൽ കിടന്ന് വെന്തെരിയുന്നതിന് മുന്നമേ ദൈവത്തിന് വേണ്ടി വേർതിരിയുവാൻ ദൈവസഭ തയ്യാറാകട്ടെ, ദൈവസഭ തയ്യാറാകട്ടെ. പണ്ടുകാലം മുതൽ ജീവിച്ചിരുന്ന മഹാമനസ്കന്മാരെ മൊത്തം ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയേച്ച് പറഞ്ഞു, മാറ്റമില്ലാത്ത എൻ്റെ വചനം ഇന്നും നിലനിൽക്കുന്നതാണ്. ഞാൻ ഇവരെ ആരെയും കുറിച്ച് വിശദീകരിക്കുന്നില്ല. യഹൂദനെ കഷ്ടപ്പെടുത്തുകയും ക്രിസ്ത്യാനിയെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുകയും ചെയ്ത മഹാരഥന്മാരെ വരിക, ന്യായവിധിക്ക് തയ്യാറായി വരിക. സംഭവങ്ങൾ മുഴുവനും എഴുതിയിട്ടുണ്ട്. പെന്തക്കോസ്തുകാരനെ കളിയാക്കുന്ന, മേലാൽ സ്റ്റേജുകളിൽ കേറ്റരുതെന്ന് പറയുന്ന ന്യായപ്രമാണ വിദഗ്ധന്മാരെയും അന്ത്യകാലത്തെ പരീശന്മാരെയും മഹാപുരോഹിതന്മാരെയും വരെ ന്യായം വിധിക്കുന്ന ദൈവത്തിന് ദിവസമുണ്ട് എന്ന് മറക്കരുത്. പുസ്തകങ്ങൾ തുറന്നു. അവനവൻ്റെ സമ്പ്രദായത്തിനൊത്തവണ്ണമല്ല, സഭകളുടെ മര്യാദയ്ക്കൊത്തവണ്ണമല്ല, കമ്മിറ്റികളുടെ തീരുമാനത്തിനൊത്തവണ്ണമല്ല, ബോർഡുകളുടെ ആശയപ്രകാരമല്ല, വചനപ്രകാരം ന്യായം വിധിക്കുന്ന ദൈവിക ന്യായവിധിയെ നേരിടുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കായിരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്നു നിൽക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. വേൾഡ് വാർ 3 ഞാൻ കംപ്ലീറ്റ്ലി തൊട്ടില്ല. മറ്റൊരവസരം